ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഒരു ലിഥിയം ബാറ്ററി 15.2 വോൾട്ടിൻ്റെ അതായത് 16S ബാറ്ററി എങ്ങനെ അസംബിൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം സെൽസ് വേണം. സെൽസ് ഞാനൊരു സുഹൃത്ത് വഴിയാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് 16 സെൽസ് ഉള്ളതുകൊണ്ട് തന്നെ 2 പാക്കേജായിട്ടാണ് വന്നത്. ഒരു പാക്കേജിൽ 8 സെല്ലും അടുത്ത പാക്കേജിൽ 8 സെല്ലും. അപ്പോൾ ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് ഈ കൊറിയർ വഴി വന്ന ഈ സെൽസ് എല്ലാം പക്കയാണോ എന്നുള്ളത്, അതായത് വേറെ ഡാമേജ് ഒന്നുമില്ല, കൊറിയർ ഡാമേജ് ഇല്ല, അല്ലെങ്കിൽ സെൽസ് ഓക്കെ ആണെന്നുള്ളത് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ആദ്യം ഈ സെൽസിൻ്റെ സെൽസ് എങ്ങനെയാണെന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്കിങ്ങിലാണ് സെൽസ് വരുന്നത്. അപ്പോൾ ഫിസിക്കലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ഇൻറ്റേർണൽ സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വെരിഫൈ ചെയ്തപ്പോൾ വേറെ സെൽസിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത് കുറച്ച് ചെറിയ പഴക്കമുള്ള സെൽസാണ്, അതായത് 2023 സെൽസാണ്. ഇപ്പോൾ ലേറ്റസ്റ്റിൽ വരുന്നത് 2024 സെൽസാണ്. അപ്പോൾ ഇത് കുറച്ച് നാൾ വാങ്ങിച്ച് വെച്ചിട്ട് ഇത് പിന്നെ ചെയ്യാൻ പറ്റിയില്ല, വേറെ കുറച്ച് തിരക്കുകളിലായിപ്പോയി. അപ്പോൾ ഈ സെൽസുകളെല്ലാം വേറെ ബഡ്ജിങ്ങോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സെല്ലുകൾ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ 07/2021 ഡേറ്റ് കാണാം. പിന്നെ അതായത് സെൽസുകളെല്ലാം ആദ്യം ഫസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇതിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊരു ബോഡി എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ലിയോണിക്സിൽ നിന്ന് 2 ബോഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോഡിയിൽ ഇത് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ത്രെഡ് റോഡ് ഉപയോഗിച്ചിട്ട് ഈ സെൽസിനെ ഒന്ന് കംപ്രസ് ചെയ്തെടുക്കണം. ചെറിയൊരു കംപ്രഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബഡ്ജ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ചെറിയൊരു കംപ്രഷൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ലിഥിയം പ്രിസ്മാറ്റിക് സെൽസുകളിൽ, സിലിണ്ടറിക്കൽ സെല്ലിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്തിട്ട് ഇതിൽ ഫൈബർ ഗ്ലാസ് ടേപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫൈബർ ഗ്ലാസ് ടേപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് കവർ ചെയ്തെടുത്തു. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി പോർഷൻ ഇവിടെ ഒന്ന് കവർ ചെയ്ത് റെഡിയാക്കി എടുത്ത ശേഷം ബാക്കി ഡീറ്റെയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇതിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ആ അറേഞ്ച്മെൻറ്റ് പോസിറ്റീവ് നെഗറ്റീവ് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 8 സെല്ലാണ് ഒരു ട്രേയിൽ ഇതിൽ വയ്ക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ട്രേയിൽ 8 സെല്ലും അടുത്തൊരു ട്രേയിലായിട്ട് 8 സെല്ലുകളും വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത ശേഷം നമുക്കിനി ഇതിൻ്റെ ബാക്കി ബാലൻസ് റീഡും മറ്റ് കണക്ഷൻസും കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് JKBMS ആണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ JKBMS പാക്കേജിലാണ് ഇനി ഇതിൻ്റെ ബാലൻസ് റീഡുകൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ BMS കൂടെ വരുന്ന ഐറ്റംസ് ഇതാണ്. ആദ്യം ടോപ്പിൽ ഇത് BMS ഉണ്ട്, പിന്നെ ഇതിൻ്റെ അടിയിലായിട്ടാണ് ഇതിൻ്റെ ബാലൻസ് റീഡുകളും മറ്റ് സാധനങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ പേപ്പറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇൻ്റർഫേസ് ബോർഡ് കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് കമ്മ്യൂണിക്കേഷൻ കേബിൾസും പിന്നെ ബാലൻസ് റീഡുകളും കിടപ്പുണ്ട്. ഇതാണ് ഇൻ്റർഫേസ് ബോർഡ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ LED സ്റ്റാറ്റസും അതിലാണ്. അപ്പോൾ ഈ വരുന്ന കേബിളുകൾ മെയിൻലി കമ്മ്യൂണിക്കേഷൻ കേബിളാണ്. ഇൻ്റർഫേസ് ബോർഡിലേക്ക് പോകുന്ന കേബിൾസാണ് ഈ വരുന്നത്. പിന്നെ BMSൻ്റെ മെയിൻ പോസിറ്റീവും വരും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്വിച്ച് വരും. പിന്നെ ഇതിനൂടെ സ്ക്രീനൊന്നും കൂടെ വരുന്നില്ല. സ്ക്രീൻ നമ്മൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് നമ്മുടെ ഡ്രൈ കോൺടാക്റ്റിനുള്ള കണക്ടറാണ്. പിന്നെ ഇതാണ് ബാലൻസ് ലീഡ്. അപ്പോൾ ഈ ബാലൻസ് ലീഡാണ് നമുക്കിനിയിപ്പോൾ വേണ്ടത്. ഇനിയിപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ടെർമിനലിലേക്ക് അടിച്ച് ശരിയാക്കിയ ശേഷം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ബസ് ബാറിൻ്റെ സെൻറ്ററിൽ ഒരു നട്ട് ഇട്ടിട്ട് അതിൽ നിന്നാണ് ബാലൻസ് ലീഡ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പാക്കുകളും അറേഞ്ച് ചെയ്ത് ബാലൻസ് ലീഡ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി പർപ്പസിനായതുകൊണ്ട് വയേഴ്സ് ഒന്നും നീറ്റാക്കിയിട്ടില്ല. അതിനൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ടാഗ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ലിങ്ക് വെച്ചിട്ടാണ് അടുത്തൊരു ബാറ്ററി പാക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു ലിങ്ക് മാത്രമാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചെറിയൊരു ലിങ്ക് ഉപയോഗിക്കുന്നത്. BMSൻ്റെ ലീഡുകളിൽ ഒരു കൃത്യമായിട്ട് 1, 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇതാണ് ഫസ്റ്റ് വരുന്നത്. ഈ ആദ്യത്തെ 2 ബ്ലാക്ക് കളർ വയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നതല്ല, അത് ആക്ച്വലി ടെമ്പറേച്ചർ സെൻസറാണ്. ബാക്കി ഈ വയറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഇതിൽ ഫസ്റ്റ് സെല്ല്, സെക്കൻഡ് സെല്ല്, അങ്ങനെ നമ്മൾ കണക്ഷൻസ് എടുക്കും. ഈ ഒരു ഫസ്റ്റ് വയർ പോകുന്ന ഫസ്റ്റ് സെല്ലിലേക്കും സെക്കൻഡ് വയർ പോകുന്നത് സെക്കൻഡ് സെല്ലിലേക്കും ആയിരിക്കും, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ബാലൻസ് ലീഡ്സുകളാണിത്. ഈ ബാലൻസ് ലീഡ്സിൻ്റെ കണക്ഷൻസാണ്. ഇത് 2 ആമ്പിയറാണ് ഇതിൻ്റെ ആക്റ്റീവ് ബാലൻസിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇത് 2 ആമ്പിയർ കപ്പാസിറ്റി ഉള്ള വയറുകളാണിത്. ഈ BMSൻ്റെ സ്റ്റാറ്റസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് 2 ആമ്പിയർ ആക്റ്റീവ് ബാലൻസർ വരുന്നതാണ്. 150 ആമ്പിയറിൻ്റെതാണ്. ഇത് പീക്ക് ലോഡ് 300 ആമ്പിയർ വരെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ 2 ട്രേ ആണ്. അപ്പോൾ ഓരോ ട്രേയും 26 വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം. നമുക്കിതിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എല്ലാ കേബിൾസും ഒന്ന് ടൈ അപ്പ് ചെയ്ത് നീറ്റാക്കിയ ശേഷമുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ സെൽസുകളെല്ലാം ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ JKയുടെ BMS ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ വയേഴ്സ് എല്ലാം ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കണക്ഷൻസ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഈ താഴെ ഭാഗത്തു നിന്ന് ഞാനൊന്ന് ഇവിടെ നിന്നാണ് ഡിസ്പ്ലേയുടെ കണക്ഷൻസ് എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻ്റർഫേസ് ബോർഡുകളുടെ കണക്ഷൻസാണ്. ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. ഇതാണ് ഇൻ്റർഫേസ് ബോർഡ്. ഓക്കെ, നമുക്ക് ബ്ലൂടൂത്ത് ആപ്പിലൂടെ കണക്ട് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം.
പിന്നെ ഇതാണ് ബി എം എസിലേക്ക് പോകുന്ന പോസിറ്റീവ് കണക്ഷൻ ഇതാണ്. പിന്നെ ഈ നെഗറ്റീവ് ആയിരിക്കും ബാറ്ററി ബി എം എസ് കൺട്രോൾ ചെയ്യുന്നത്. ഈ നെഗറ്റീവിന് ഞാനിപ്പോൾ തൽക്കാലം ചെറിയൊരു വയറിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു വയറേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ കമ്മ്യൂണിക്കേഷനോടെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ക്യാൻ പോർട്ട്, ഇത് രണ്ടാമത്താണ് ക്യാൻ പോർട്ട്, ആദ്യത്തേത് RS485 ആണ്. ക്യാൻ പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിപ്പ് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഫോണിൽ നമ്മൾ ക്യാൻ പ്രോട്ടോക്കോൾ വെർഷൻ, ഇതിപ്പോൾ പൈലോൺ ടെക് പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പൈലോൺ ടെക് വെർഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. പൈലോൺ ടെക് ലോ വോൾട്ട് വെർഷൻ, അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഇൻവെർട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇൻവെർട്ടർ നോക്കിക്കഴിഞ്ഞാൽ ലിഥിയം BMS എന്നുള്ളൊരു സ്റ്റാറ്റസ് ഇവിടെ വരേണ്ടതാണ്. ഇവിടെ ലിഥിയം BMS എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ LI എന്നിട്ടുണ്ട്. LI കാണിക്കുന്നത് ലിഥിയം ബാറ്ററി കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സക്സസ് ആണെങ്കിൽ മാത്രമേ LI കാണിക്കുള്ളൂ. ഇതിപ്പോൾ ചാർജ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ചാർജ് ചെയ്യുന്നത് ഈ ബാറ്ററിയാണ്. കാര്യം ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കേബിളാണ് ഞാൻ എടുത്ത് ഡിസ്കണക്ട് ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിലിപ്പോൾ 100% ആണ് ചാർജിങ് കാണിക്കാൻ സാധ്യതയില്ല. ഇതിപ്പോൾ 99%. ഇതിപ്പോൾ ഈ ഒരു കേബിൾ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് LI BMS എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ പോകുന്ന കാണിക്കും. അപ്പോൾ ഈ കേബിൾ ഊരിയത് കൊണ്ട് തന്നെ ഇതിൽ LI BMS മാറുന്നതായിരിക്കും. LI BMS കാണിക്കുന്നുണ്ട്. അത് ചാർജിങ് ഇപ്പോൾ ഒരു 10 സെക്കൻഡ് എടുക്കും അത് അപ്ഡേറ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ അത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡിക്റ്റേറ്റ് ആവും. വീണ്ടും ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ലിഥിയം BMS ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാർജ് ചെയ്യാത്തതിൻ്റെ കാര്യം ഇത് 100% ചാർജിലായതുകൊണ്ടാണ്.